അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നൊരു ചാപ്റ്റർ നമ്മളിങ്ങനെ പഠിച്ചു തുടങ്ങിയാലേ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ ഒരുപാട് വർഷങ്ങളോളം പല പല തിയറീസ് കൊണ്ടുവന്നു. എന്താണ് നമുക്ക് ഈ എന്ത് സാധനവും നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് ഞാൻ നിങ്ങൾക്കൊരു മുട്ടായി തരുവാണ്, ഒരു മിഠായി തരുവാണ്, ഒരു പോട്ടെ ഒരു ചോക്ലേറ്റ് വേണ്ട, കുറച്ചുകൂടി ഹാർഡായിട്ടുള്ള ഒരു ക്യാൻഡി തരുവാണ്. അപ്പോൾ ഈ ക്യാൻഡി ഞാൻ നിങ്ങളോട് പറയാം, ഒന്ന് നിങ്ങളത് കഷ്ണങ്ങളാക്കാൻ. അത് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 കഷ്ണം കിട്ടും. ഈ 2 കഷ്ണം കിട്ടിയതിൽ ഓരോന്നിനും നമ്മൾ പിന്നെയും പൊട്ടിക്കുക. അപ്പോൾ പിന്നെയും നമുക്ക് ചെറിയ കഷ്ണം കിട്ടുമല്ലോ. അതിനെ പിന്നെയും പൊട്ടിക്കുക. അങ്ങനെ ആ ഓരോ ഷുഗർ കാണ്ടി പൊട്ടിച്ച കഷ്ണങ്ങളെ പിന്നെയും 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 പൊട്ടിച്ച് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾക്ക് എന്താ കിട്ടുക? വെറും പൊടികൾ മാത്രം കിട്ടും. ഈ പൊടിയായ സാധനത്തിന് പിന്നെയും പൊട്ടിച്ചാലോ നിങ്ങൾ പിന്നെ എന്തെങ്കിലും കാണുമോ? ഒന്നും കാണാൻ സാധ്യതയില്ല. ഈയിടെ മാർവലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ക്വാണ്ടം മേനിയ എന്ന് പറഞ്ഞു. ആ സിനിമ പറയുന്നത് ക്വാണ്ടം വേൾഡ്, അതായത് വളരെ മൈക്രോസ്കോപ്പിക് അല്ല, അതിലും ചെറുതല്ല, നമ്മളെ കണ്ണുകൊണ്ട് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് കൊണ്ടോ കാണാൻ പറ്റാത്ത അത്ര ചെറുതായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പൊ ഈ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുമ്പോൾ നമ്മുടെ ആറ്റം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതല്ല. ഇപ്പൊ കൂടുതൽ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് പോലുള്ള ടെക്നോളജീസ് വന്നപ്പോഴാണ് നമ്മൾ ആറ്റത്തിനെ കുറിച്ച് കൂടുതലായി പഠിക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇതിനു മുന്നേ, വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഒരുപാട് സയന്റിസ്റ്റുകൾ ആറ്റത്തിനെ പറ്റി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു എന്തൊക്കെയാണ്? നമ്മൾ റുദർഫോർഡ് മോഡൽ ഉണ്ടായിരുന്നു, പിന്നെ തോംസൺസിന്റെ പ്ലം പുഡിംഗ് മോഡൽ പഠിച്ചു. ഓക്കെ, അപ്പൊ അവസാനം കുറച്ചുകൂടി ഓക്കെ എന്താണ്, ന്യൂക്ലിയസ് എന്നൊരാളുണ്ട്, ന്യൂക്ലിയസിൽ എന്താണ് പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന ഇലക്ട്രോൺസ് ഉണ്ട് എന്നൊക്കെ റുദർഫോർഡ് പ്രപ്പോസ് ചെയ്തു. അപ്പൊ ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത റുദർഫോർഡ് പറഞ്ഞ എന്താണ്, നമുക്ക് സെൻട്രൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ, ന്യൂക്ലിയസിന് എന്തുണ്ട്, പ്രോട്ടോൺ ന്യൂട്രോൺ ഒക്കെ ഉണ്ട്. ഇതിന് ചുറ്റും സർക്കുലർ ആയിട്ടുള്ള ഫിക്സ്ഡ് ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺ കറങ്ങുന്നതെന്ന് ആര് പറഞ്ഞു? നമ്മുടെ റുദർഫോർഡ് പറഞ്ഞു. പക്ഷെ റുദർഫോർഡ് മോഡലിൽ ഇലക്ട്രോൺ എങ്ങനെ കറങ്ങുന്നോ, കറങ്ങുന്ന ഇലക്ട്രോണിന് വേറെ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ, അങ്ങനത്തെ ഒരു കാര്യവും പുള്ളിക്കാരൻ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ പുള്ളിക്കാരന്റെ മോഡലിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് നമ്മൾ അവസാനം ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ്? ഈ ഇലക്ട്രോൺ നമുക്കറിയാം, ന്യൂട്രോണിലെ പോസിറ്റീവ് ചാർജ് ഉള്ള ആരുണ്ട്? പ്രോട്ടോൺ ഉണ്ട്. അതുപോലെ ഇതിനെ ചുറ്റി കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ആണ്. ഈ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഒരു സർക്കുലർ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇത് കറങ്ങുന്നതിന് പ്രത്യേക റൂൾസും കാര്യങ്ങളും ഒന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ല. അപ്പൊ എന്ത് ചെയ്യും? ചാർജ് ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആക്സിലേറ്റർ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അതിന്റെ എനർജി കുറഞ്ഞ് അവസാനം എന്ത് ചെയ്യും? കറങ്ങി 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 എവിടെ? അത് ന്യൂക്ലിയസിൽ പോയി ഡെപ്പോസിറ്റ് ചെയ്യും. പക്ഷെ അങ്ങനത്തെ ഒരു സാധനം നടന്നു കഴിഞ്ഞാൽ എന്താണ്? എല്ലാ ഇലക്ട്രോൺസും, ഓരോ ആറ്റത്തിനെ ചുറ്റി കറങ്ങുന്ന ഇലക്ട്രോൺസും കൂടി ഇതുപോലെ റിവോൾവ് ചെയ്ത് അവസാനം ന്യൂക്ലിയസിൽ തന്നെ വന്ന് കൊളൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് കാണുന്ന ഒരു സാധനം നമുക്കിപ്പോൾ കാണാൻ പറ്റില്ല അല്ലേ? ബട്ട് ആക്ച്വലി അങ്ങനെ സംഭവിക്കുന്നില്ല. ആറ്റംസ് എന്ന് പറയുന്നത് വളരെ സ്റ്റേബിൾ ആയി നിൽക്കുന്ന ഒരു സാധനമാണെന്ന് നമ്മൾ പിന്നെ കണ്ടു. ഓക്കെ, അപ്പൊ ഈ സ്റ്റെബിലിറ്റിക്കൊക്കെ കാരണം എന്താണ്? ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിന് പറ്റില്ല. അപ്പോഴാണ് നമ്മൾ പുതിയൊരു സയന്റിസ്റ്റിനെ പറ്റി പഠിക്കുന്നത്. അദ്ദേഹമാണ് നീൽസ് ബോർ. അപ്പൊ നീൽസ് ബോർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന്റെ മോഡൽ കൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റി, കുറെ കാര്യങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ, ഹയർ ക്ലാസ്സുകളിൽ പഠിക്കും. ഇപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കൺസേൺ ചെയ്യാം. പക്ഷേ ബോർസ് മോഡലാണ് ബേസിക്. നമ്മുടെ ആറ്റത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മളിപ്പോൾ എന്താണ്, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പഠനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിക്കണം അല്ലേ? അപ്പം നീൽസ് ബോർ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങും ഇങ്ങും ഒരു ഡയറക്ഷൻ ഇല്ലാതെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺസിന് കറങ്ങാൻ വേണ്ടി അവർക്ക് വ്യക്തമായുള്ള ഫിക്സ്ഡ് ഓർബിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രമല്ല, ആ ഓർബിറ്റ്സിന്റെ പ്രത്യേകതകൾ കൂടി നീൽസ് ബോർ പറഞ്ഞു. അപ്പൊ എന്താണ്, ഇതുവരെ ഒരു ലക്ഷ്യമില്ലാതെ കറങ്ങിക്കൊണ്ടിരുന്ന, ആക്സലറേറ്റ് ചെയ്ത് കറങ്ങിക്കൊണ്ടിരുന്ന ചാർജ്ഡ് പാർട്ടിക്കിളായ ഇലക്ട്രോൺസിന് ഇപ്പോൾ ഒരു മോട്ടീവ് കിട്ടി, അവർക്കൊരു ലക്ഷ്യം കിട്ടി, അവർ കറങ്ങുന്നതിന് പ്രത്യേക റൂൾസ് കിട്ടി. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് പോരാതെ ഈ ഇലക്ട്രോൺസ് എല്ലാ ആറ്റത്തിലും ഒരുപോലെ, ഉദാഹരണത്തിന് ഹൈഡ്രജനിൽ ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ, അതുപോലെ ആയിരിക്കില്ല നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ആർഗൺ, 18 ഇലക്ട്രോൺ ഉള്ള ആർഗണിലുള്ള ഇലക്ട്രോൺസിന്റെ പൊസിഷൻസ് അല്ലെ? പല ആറ്റംസും അല്ല, പല എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഓരോ എലമെന്റിലും ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടിരിക്കും. സോ അത്തരത്തിലുള്ള ഇലക്ട്രോൺ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി നമ്മൾ പഠിക്കും. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ഒരു എന്താ പറയുക, ഒരു കൺഫ്യൂസിങ് ആയാലും എന്ന കൺഫ്യൂഷൻ തോന്നാത്ത കുറച്ച് വെറൈറ്റി ആയുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഐസോ ബാർസ്, ഐസോടോപ്സ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഐസോടോപ്പ് എന്നൊക്കെ. അതുപോലത്തെ കാര്യങ്ങൾ കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം ബോർസ് മോഡൽ ഓഫ് ആറ്റം നമ്മൾ പറഞ്ഞു, നീൽസ് ബോർ ഇങ്ങനെ പ്രപ്പോസ് ചെയ്തു. നമുക്ക് ഇതിന്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് എന്താണ്? ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സ്ഡ് പാത്സ് കോൾഡ് ഓർബിറ്റ്സ് ഓർ ഷെൽസ്. ഓർബിറ്റ് എന്നോ ഷെൽ എന്നോ പേരിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. നമ്മൾ റുദർഫോർഡ്സ് മോഡൽ പഠിച്ചപ്പോൾ നമ്മൾ അതിനെ
സോളാർ സിസ്റ്റം മോഡൽ എന്നുകൂടി പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരാണ് സോളാർ സിസ്റ്റം മോഡൽ. കാരണം എന്താണ്, റുദർഫോർഡ് മോഡൽ ആക്കിയപ്പോൾ റുദർഫോർഡ് പറഞ്ഞൊരു കാര്യമാണ് എന്താണ്, സൂര്യന് ചുറ്റും അതായത് സണ്ണിന് ചുറ്റും മറ്റു പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്ന അതേ മോഡലിലാണ് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതേ ഒരു അനലോജി വെച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുകയാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മനസ്സിൽ എന്താ ചിത്രം വരിക, ഒരു ന്യൂക്ലിയസ്, അതിനു ചുറ്റും ഇങ്ങനെ സർക്കുലാർ ഓർബിറ്റലിൽ എന്താണ് ഇലക്ട്രോൺ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മൈൻഡിൽ ആ ഒരു ചിത്രമാണ് വരിക. ആക്ച്വലി പ്ലാനറ്റ്സ് കുറച്ച് എലിപ്റ്റിക്കൽ ആയിട്ടുള്ള ഓർബിറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ബട്ട് സ്റ്റിൽ ആ ഒരു ഓർബിറ്റ് നിങ്ങളുടെ മൈൻഡിൽ ഒരു ചിത്രം വരും. ഓക്കെ, പക്ഷേ ബോർസ് മോഡൽ പ്രപ്പോസ് ചെയ്തതാണ് ആറ്റം ഇൻ ഫിക്സ്ഡ് പാത്ത് എന്ന് പറയുന്നു. ഈ പാത്ത് പറയുമ്പോൾ നമ്മൾ ഈ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിൾ എന്ന് പറഞ്ഞാൽ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള, നമ്മൾ സ്ഫിയർ അറിയാലോ. ഓക്കെ, 3 ഡയമെൻഷനൽ ആയിട്ടുള്ള സ്ഫിയറിന്റെ ഒരു 2 ഡയമെൻഷനൽ പ്രൊജക്ഷൻ മാത്രമാണ് എന്ത്, സർക്കിൾ. അപ്പോൾ ഇലക്ട്രോൺ എവിടെയാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് ബോർ പറഞ്ഞതനുസരിച്ചിട്ട് ന്യൂക്ലിയസിന്റെ ചുറ്റും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട്. ആ ഫിക്സ്ഡ് ആയിട്ടുള്ള പാത്തുണ്ട്. നിങ്ങളൊരു ബോള് ഇമാജിൻ ചെയ്യുക, ആ ബോളിന്റെ സെന്ററിൽ ഒരു പോയിന്റ് ഉണ്ട്, ഒരു കുഞ്ഞു ബോൾ. ആ വലിയ ബോളിന്റെ നടുവിൽ ഒരു കുഞ്ഞു ബോൾ ഉണ്ട്. ആ കുഞ്ഞു ബോൾ നിങ്ങൾ ന്യൂക്ലിയസ് ആയിട്ട് വിചാരിക്കുക. ഈ വലിയ ബോൾ ഉണ്ടല്ലോ, ഈ വലിയ ബോള് എന്താണ്, ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന പോയിന്റ്സുകളൊക്കെ ചേർന്നിട്ടുള്ളതാണ് ഈ ബോൾ ഇമാജിൻ ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഈ ചിത്രത്തിൽ നമ്മളിങ്ങനെ പരന്ന രീതിയിൽ വരച്ചു കഴിയുമ്പോൾ നിങ്ങൾ മനസ്സിൽ പോകേണ്ടത്, ഇറ്റ്സ് നോട്ട് ലൈക്ക് എൻ എക്സാക്ട്ലി സർക്കുലർ പാത്ത്. അവിടെ എന്താണ്, ഒരു ഫിക്സ്ഡ് പാത്തിലൂട്ട് റിവോൾവ് ചെയ്യുന്നതാണ് ബോർ പറഞ്ഞത്. അപ്പൊ ഈ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്സ്. നമ്മൾ പ്ലാനറ്റ്സിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ തന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ഓർബിറ്റ്സ്. സോ ഈ ഓർബിറ്റ്സ് നമ്മൾ പറയില്ല, കാരണം അത് പ്ലാനറ്റ്സിന്റെ കാര്യത്തിലും. ആറ്റത്തിന്റെ കാര്യത്തിൽ എത്തുമ്പോൾ നമ്മൾ ഈ ഓർബിറ്റിന്റെ പേര് പറയുന്നത് ഷെൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഷെൽസ് എന്ന് പറയും. ഷെൽസ് എന്ന പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒന്നിൽ കൂടുതൽ എന്തായാലും ഷെൽസ് ഉണ്ടാവും അല്ലേ. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഷെൽ ഹാവ് ഡെഫിനിറ്റ് എനർജി, ഹെൻസ് ഷെൽസ് ആർ കോൾഡ് എനർജി ലെവൽസ്. അപ്പൊ എന്താണ് പറയുന്നത്, ഓരോ ഞാൻ പറഞ്ഞ ഒന്നിൽ കൂടുതൽ ഷെല്ലുകളുണ്ട്. ഈ ഓരോ ഷെല്ലിലും ഉള്ള ഇലക്ട്രോൺസിന് ഡെഫിനിറ്റ് ആയിട്ടുള്ള, എന്താ ഡെഫിനിറ്റ് എനർജി എന്ന് പറഞ്ഞാൽ, ഡെഫിനിറ്റ് എനർജി എന്ന് വെച്ചാൽ അതിനുള്ള എനർജി നമ്മൾ വിചാരിക്കുന്നത് ഈ വേരിയബിൾ ആയിരിക്കില്ല. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ഓർബിറ്റിലേക്ക് ഷെല്ല് ഞാൻ എടുക്കുക, ന്യൂക്ലിയസിനുള്ളിൽ. ഇപ്പം ഈ ഒരു ഷെല്ലിന് E1 എനർജി ആണെങ്കിൽ അതിന്റെ എനർജി ത്രൂ ഔട്ട് ദ ടൈം, ആ ഇലക്ട്രോൺ എത്ര കാലം ആ ആറ്റത്തിൽ ഉള്ളിടത്തോളം കാലം, ആ ആറ്റം ഉണ്ടായിടമല്ല, ആറ്റം എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത്രയും അതിന്റെ എനർജി എന്തായിരിക്കും, E1 തന്നെ ആയിരിക്കും. അല്ലാതെ ഇടക്ക് പോയിട്ട് E1 - 1 അല്ലെങ്കിൽ E1 - 2 അങ്ങനെയൊന്നും എനർജി ആവില്ല. എനർജി വിൽ ഓൾവേസ് ബി ഫിക്സ്ഡ്. ആ ഒരു ഷെല്ലിൽ ഇതിപ്പോ നെക്സ്റ്റ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ ആ ഷെല്ലിന്റെ എനർജി എന്തായിരിക്കും, അത് വേറൊരു എനർജി ആയിരിക്കും. അതിന് നമ്മൾ വേണമെങ്കിൽ E2 എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ആ ഐഡിയ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഇലക്ട്രോൺസ് ഷെല്ലുകൾ റിവോൾവ് ചെയ്യുന്നു. ഈ ഓരോ ഷെല്ലിനും ഓരോ ഡെഫിനിറ്റ് എനർജി ഉണ്ട്. അപ്പൊ ഓരോ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ എനർജി ലെവൽസ് എന്ന് പറയാലോ. നിങ്ങൾ നമ്മുടെ ഒരു അനലോജി ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ സ്റ്റെപ്സ് ആലോചിക്കുക. അതായത് സ്റ്റെപ്പുകളിൽ നമ്മൾ കയറി പോകുന്ന കോണിപ്പടികൾ, സ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്നില്ലേ. അപ്പൊ സ്റ്റെപ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ്, നമുക്ക് ഒരു സ്റ്റെപ്പ് കഴിഞ്ഞു, അതിന്റെ മുകളിൽ അടുത്ത സ്റ്റെപ്പ്, അങ്ങനെ നമ്മൾ കയറി പോവല്ലേ ചെയ്യാ. അപ്പൊ സ്റ്റെപ്സിന്റെ പ്രത്യേകത എന്താണ്, നമുക്ക് ഒരു സ്റ്റെപ്പിൽ ഒരേ സമയം നമ്മൾ 2 കാലും വെച്ച് നിൽക്കുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഇവിടെയും ഒന്ന് അവിടെയും വെച്ച് നിൽക്കാം. പക്ഷെ നമ്മൾ കയറുമ്പോൾ എങ്ങനെയാണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആവും. നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ 3ാമത്തെ സ്റ്റെപ്പിലേക്ക് വേണമെങ്കിൽ പോവാം, പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാത്രമേ പോകാൻ പറ്റൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രോൺസിന്റെ എനർജിയുടെ കാര്യം. ഇലക്ട്രോൺസ് എന്താണ്, ഓരോ സ്റ്റെപ്പിലുള്ള ഇലക്ട്രോൺസിന് ഓരോ എനർജി, അതുപോലെയാണ് ഓരോ ഷെൽസിലുള്ള ഇലക്ട്രോൺസിന് ഓരോ ഡെഫിനിറ്റ് എനർജി ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോസിഷൻ. ഷെൽസിന് ഡെഫിനിറ്റ് എനർജി ഉണ്ട്. ഇനി എന്താണ് മൂന്നാമത്തെ, ഞാൻ ഈ പറഞ്ഞ അതേ കാര്യം തന്നെ, എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ ഷെൽ റിമെയിൻസ് കോൺസ്റ്റന്റ്. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. പക്ഷേ എനർജി ഓഫ് ഇലക്ട്രോൺ മാറും. എപ്പോഴാണ്, ആ ഷെല്ലിൽ നിന്ന് ആ ഇലക്ട്രോൺ ട്രാൻസിഷൻ ചെയ്താൽ അതിന്റെ എനർജി മാറും. ബോർ അതുകൂടി പറയുന്നുണ്ട്. ഓക്കെ, ബോർ എന്താ പറയുന്നത്, എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ ഷെൽ റിമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷേ പുള്ളി ഇവിടെ ഇതിന്റെ കൂടെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ കുറച്ച് ഹയർ ക്ലാസ്സസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്, ബട്ട് സ്റ്റിൽ മനസ്സിലാക്കുക. ഇപ്പം ഒന്നാമത്തെ ഷെൽ E1 എനർജിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇലക്ട്രോൺ കുറച്ചുകൂടി എനർജി നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് അതിന് എനർജി കൊടുത്തു. അപ്പൊ എന്താ, കുറച്ച് എക്സ്ട്രാ എനർജി കിട്ടുമല്ലോ. അപ്പൊ എനർജി കിട്ടുമ്പം അയാൾ എക്സൈറ്റ് ആയിട്ട് നെക്സ്റ്റ് ഷെല്ലിൽ പോവും. ഓക്കെ, അതെന്താണ്, ആദ്യത്തെ ഷെല്ലിന് എക്സൈറ്റ് ആയിട്ട് നെക്സ്റ്റ് എനർജി ഷെല്ലിൽ പോവും. ഇപ്പോ ഈ ഇലക്ട്രോണിന്റെ എനർജി ഇവിടെ എത്തിയ ഇലക്ട്രോൺ കുറച്ച് കഴിഞ്ഞാൽ കുറെ സമയം അവിടെ നിൽക്കില്ല. കുറച്ച് കഴിഞ്ഞാൽ ആ എനർജി എല്ലാം തീർന്നു കഴിഞ്ഞാൽ തിരിച്ച് താഴോട്ട് വരും.
അപ്പോൾ ഈ ഒരു എനർജി ഉണ്ടല്ലോ, ഇപ്പൊ ഇലക്ട്രോണിന് കിട്ടിയ എനർജി ഉണ്ടല്ലോ, ആ എനർജി എന്തായിരിക്കും? രണ്ടാമത്തെ ഷെല്ലിലെ എനർജിയിൽ നിന്ന് ആദ്യത്തെ ഷെല്ലിലെ എനർജി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിന് എത്ര എനർജിയാണ് കിട്ടിയതെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ ഷെൽ റിമെയിൻസ് കോൺസ്റ്റന്റ്, ബട്ട് ഇറ്റ് വിൽ ചേഞ്ച് ഇറ്റ്സ് എനർജി when it is transition between one cell to another cell. Sorry, one shell to another shell, the energy will change. അത് മാത്രം ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച, എനർജി ഓഫ് ഷെല്ലിൽ എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, പക്ഷേ ട്രാൻസിഷൻ നടത്തുന്ന സമയത്ത് ആ എനർജിയിൽ ഒരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ അടുത്തത്, എനർജി ഓഫ് ഷെൽസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. അതെന്താ പറഞ്ഞത്? നമ്മൾ താഴെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ ഇലക്ട്രോൺസിന്റെ എനർജി കൂടും. സോറി, എനർജി ഓഫ് ഷെൽസ് കൂടും. എനർജി ഓഫ് ഷെൽസ് കൂടുന്ന വെച്ചാൽ ഇലക്ട്രോൺസിന്റെ എനർജി, അതിലുള്ള എനർജി കൂടും. കാരണം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഉദാഹരണത്തിന് ഞാൻ പറയാണ്, ഇത് ന്യൂക്ലിയസിന് ഒരു ചാർജ് ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് ഉണ്ടാവും. നമ്മളറിയാം പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും തമ്മിൽ ഒരു ഡെഫിനിറ്റ് amount ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഇതിന്റെ ചുറ്റും ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ 2 ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ 2 ഇലക്ട്രോൺ കൂടി ന്യൂക്ലിയസ് നല്ലൊരു കമ്പനി ആയിരിക്കുമല്ലോ അല്ലേ? 2 ഇലക്ട്രോൺ ഉണ്ടാകുമ്പോൾ 2 ഇലക്ട്രോണും നല്ല കമ്പനി ആയിരിക്കും. കാരണം എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്ര തന്നെ പ്രോട്ടോൺസ് ആണ് ഉള്ളത്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്, ന്യൂക്ലിയസിൽ 2 പ്രോട്ടോൺ ഉണ്ടാവും, 2 ഇലക്ട്രോൺ ഉണ്ടാവും, നല്ല അട്രാക്ഷൻ ഉണ്ടാവും. അതെ, അടുത്തത് പോകുമ്പോൾ എന്തായി? കുറച്ചുകൂടി ഇലക്ട്രോൺ ദൂരെ ആയേ, നേരത്തെ അത്ര അടുത്തല്ല, കുറച്ചുകൂടി ദൂരെ ആയിട്ട് അടുത്ത ഷെല്ലിൽ എന്താണ്, ഒരു 8 ഇലക്ട്രോൺസ് ഉണ്ടെന്ന് വിചാരിക്കും. അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പൊ എന്തായി? ഇപ്പോഴും അട്രാക്ഷൻ ഉണ്ട്. ഇപ്പൊ എത്രയായി? 8ഉം 2ഉം 10 പ്രോട്ടോണും 10 ഇലക്ട്രോണും ആയി. ഇപ്പോഴും പുറത്തെ ഷെല്ലിലെ ഇലക്ട്രോൺസിനോട് ന്യൂക്ലിയസിന് അട്രാക്ഷൻ ഉണ്ട്. പക്ഷെ എന്താ സംഭവിക്കുക? ന്യൂക്ലിയസിന് ഇതിനോടുള്ള അട്രാക്ഷൻ കുറച്ച് കുറയും. കാരണം എന്താണ്? ആ ഡിസ്റ്റൻസ് കുറച്ച് കൂടി അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുക? ഇതിലുള്ള ഇലക്ട്രോൺസ് കുറച്ചുകൂടി ഫ്രീ ആയി കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് എന്താ, കുറച്ചുകൂടി എക്സൈറ്റഡ്. യെസ്, ഇനി നമ്മളെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. അപ്പൊ എന്താ സംഭവിക്കുക? അവർ കുറച്ചുകൂടി എക്സൈറ്റഡ് ആവും. എന്താണ്? എനർജി കുറച്ചുകൂടി അധികമായിരിക്കും. ഈ താഴത്തെ ആൾക്കാർ കുറച്ച് കൺട്രോൾഡാ, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചർ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെ. നമ്മൾ ഈ ക്ലാസ് റൂമിലൊക്കെ ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ അവസ്ഥയും ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികളുടെ അവസ്ഥയും ഒരുപോലെ ആയിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഒന്നാമത്തെ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ പോലെ ആയിരിക്കില്ല 5ാമത്തെ ഷെല്ലും 6ാമത്തെ ഷെല്ലും അല്ലെങ്കിൽ 4ാമത്തെയും 3ാമത്തെ ഷെല്ലുള്ളേ. അവർ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കും. സോ എനർജി ഓഫ് ഷെൽസ് ഇൻക്രീസസ് ആസ് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഷെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ സയന്റിസ്റ്റുകൾ ആർബിട്രറി ആയിട്ട് ഒരു ജനറൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് നൊട്ടേഷൻസ് ഉണ്ട്. ഷെല്ലിന്റെ നമ്പറിനനുസരിച്ച് ഷെല്ലിൽ ഡിഫറെന്റ് നൊട്ടേഷൻസ് ഉണ്ട്. ഓക്കെ, ഉദാഹരണത്തിന് 1ാമത്തെ ഷെല്ലിനെ നമ്മൾ വിളിക്കും കെ ഷെൽ എന്ന് വിളിക്കും. കെ അതായത് കെ ലെറ്റർ. 2ാമത്തത് എൽ, 3ാമത്തത് എം ഷെൽ, 4ാമത്തത് എൻ ഷെൽ, 5ാമത്തത് ഒ ഷെൽ. തൽക്കാലം 5 വരെ പഠിച്ചാൽ മതി. ഇതിന് മുകളിലൊക്കെ ഉണ്ട്, പക്ഷേ ഫോർ അവർ പേർപ്പസ് നമുക്ക് KLMN തന്നെ ധാരാളം. ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് KLM മാത്രം മതി. നിങ്ങൾ അടുത്ത ക്ലാസ്സിലാകുമ്പോൾ N കൂടി ഉപയോഗിക്കും. +2 എത്തുവാണെങ്കിൽ, +1 +2 നിങ്ങൾ സയൻസ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഒക്കെ പഠിക്കാനാണ്. നമ്മുടെ മനോരമയുടെ ഹൊറൈസന്റെ ഭാഗമായിട്ട് നടത്തുന്ന സ്മാർട്ട് സ്റ്റഡി പ്രോഗ്രാമിൽ 11th 12th നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ജോയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഷെൽസിന്റെ റെപ്രസെന്റേഷൻ കാര്യങ്ങളെ പറ്റി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും, എന്താണ്, ഇലക്ട്രോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇത് നമ്മൾ എങ്ങനെയാണ് പറയുക? ഇതൊരു നമ്മളിപ്പം ഒരു കടയിൽ പോയി നമുക്കിപ്പോൾ സാധനം പറയും 1 കിലോ ആപ്പിൾ എന്നൊക്കെ നമ്മൾ പറയും, അതിൽ 1 കിലോ പഴം വേണം, അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വേണം. നമ്മൾ ഈ അളവ് പറയുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ആറ്റം അല്ലെങ്കിൽ ഒരു എലമെന്റ്, ഒരു ആറ്റത്തിന്റെ ഇതിന്റെയൊക്കെ ഒരു അളവ് നമ്മൾ എങ്ങനെയാ പറയാം? ഞാൻ നിങ്ങൾക്ക് ഒരു എലമെന്റ് തന്നു, അല്ലെ ഒരു ആറ്റം തന്നു. അപ്പോൾ അതിനെന്തായിരിക്കും, അതിന് എത്ര amount ആയിരിക്കും അതിന് നിങ്ങൾ പറയാം? അത് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിലുള്ള ഓരോ ആൾക്കാരുടെയും അളവ്, എത്രത്തോളം അതിന്റെ മാസ് ഉണ്ടെന്ന് നമുക്ക് പറയണം. സോ ഈ മാസ് വെച്ചിട്ട് നമ്മൾ ആറ്റത്തിന്റെ ആ ഒരു എന്താ പറയണ്ടേ അളവ് പറയുന്നില്ലേ, അതിനാണ് നമ്മൾ മാസ് നമ്പർ എന്ന് പറയാം. അത് നമ്മൾ A എന്നൊരു ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്കെ, എന്താണ്? മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് A. ഇത് ഓർമ്മിച്ച് വെക്കണേ. അപ്പൊ അടുത്തത്, നമുക്ക് എന്തൊക്കെയാണ് അതിലുള്ളത്? ഒരു ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, കൂടെ ന്യൂട്രോൺ ഉണ്ട്. അപ്പൊ മാസ് കാണാൻ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ മാസ് കൂട്ടിയാൽ പോരെ, മതി. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ചെയ്തില്ല, ഹൈഡ്രജന്റെ മാസ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഹൈഡ്രജന്റെ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു വാല്യൂ ആണ്, ഇതൊന്നും ഓർമ്മിച്ച് വെക്കണ്ട. ഇതൊക്കെ സയന്റിസ്റ്റുകൾ എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്തി. ഹൈഡ്രജന്റെ മാസ് ഓഫ് പ്രോട്ടോൺ ഇത്രയാണ്, മാസ് ഓഫ് ന്യൂട്രോൺ ഇത്രയാണ്. അപ്പോൾ ഹൈഡ്രജന്റെ ടോട്ടൽ മാസ് എത്രയായിരിക്കും? മാസ് ഓഫ് പ്രോട്ടോൺസ് പ്ലസ് മാസ് ഓഫ് ന്യൂട്രോൺ. അപ്പോൾ എത്ര കിട്ടും? നമുക്ക് 2.01593 യൂണിറ്റ് എന്നൊക്കെ കിട്ടും. അതുപോലെ ഹീലിയത്തിന്റെ ആകുമ്പോൾ എന്താണ്, 2 പ്രോട്ടോണും 2 ന്യൂട്രോണും ഉണ്ട്. നമ്മൾ ഇലക്ട്രോണിനെ കൺസിഡർ, ഇലക്ട്രോണിന്റെ മാസ് വളരെ നെഗ്ലിജിബിൾ ആണ്. എന്താണ്, പ്രോട്ടോണിന്റെ മാസ് ഇത്രയാണെങ്കിൽ ഇലക്ട്രോണിന്റെ വളരെ 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 കുറവ്, ഇതിലും എത്രയോ കുറവാണ്. ഓക്കെ, ഒരു ഇലക്ട്രോണിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. 9.1 × 10⁻³ കിലോഗ്രാം.
കിലോഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇത്ര 9.1 ഇത്ര കുറെ പവർ ഉണ്ടെന്ന് തോന്നണ്ട. 10⁻³ വെച്ചാൽ 9.1. ഇതിനെ ഡിവൈഡ് ചെയ്യുക 10⁻31. ഇങ്ങനെ 10⁻31 എന്നിട്ട് എത്രയാണ്? 1 ശേഷം 31 പൂജ്യം ഇടുക. 1 2 3 4 അങ്ങനെ 31 പൂജ്യം ഇടുക. 9.1നെ നിങ്ങൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്ത 0.91 കിലോഗ്രാം കിട്ടും. 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത 0.091 കിലോഗ്രാം കിട്ടും. അപ്പോ ഇതിന്റെ കൂടെ 31 സീറോ ഉള്ള ഒരു നമ്പറോട് ഡിവൈഡ് ചെയ്തിട്ട് വളരെ ചെറിയ നമ്പർ. അപ്പൊ ഇവിടെ കിട്ടുന്നതിലും എത്രയോ ചെറിയ നമ്പറാണ് നമുക്ക് ഇലക്ട്രോണിന്റെ മാസ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ആറ്റത്തിന്റെ മാസ് കാണുമ്പോൾ നമ്മൾ ഇലക്ട്രോണിന്റെ മാസ് അതുകൊണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാത്തത്. ഓക്കെ, അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. എന്തുകൊണ്ട് നമ്മൾ വൈ വി ആർ ടേക്കിംഗ് ഓൺലി ദ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ മാസ്? ബിക്കോസ് മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് വെരി 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 നെഗ്ലിജിബിൾ. ഓക്കെ, സോ ഹീലിയത്തിന്റെ മാസ് എടുത്തപ്പോൾ അപ്രോക്സിമേറ്റ്ലി 4.013864 യൂണിറ്റ് നമുക്ക് കിട്ടി. പക്ഷേ എന്താ പറയേണ്ടത്, ഇപ്പം ഇത് കാണുമ്പോൾ നമ്മൾ ഒരു ഇത് ഓർമ്മിച്ച് വെക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇതൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഇത് അപ്രോക്സിമേറ്റ്ലി എന്തായിട്ട് കണക്കാക്കും വെച്ചാൽ 1 യൂണിറ്റ് ആയിട്ട് കണക്കാക്കും. മാസ് ഓഫ് പ്രോട്ടോൺ. മാസ് ഓഫ് ന്യൂട്രോൺ എത്രയാണ്? 1 യൂണിറ്റ് ആയിട്ട് കണക്കാക്കും. അപ്പൊ ടോട്ടൽ മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയായിരിക്കും? 2 യൂണിറ്റ് എന്ന് കിട്ടും. അതുപോലെ ഹീലിയത്തിന് എത്രയായിരിക്കും? 2 into 1 unit plus 2 into 1 unit which will be equal to 4 unit. അപ്പൊ എന്താണ് മാസ് നമ്പർ എന്ന് വെച്ചാൽ സിംപ്ലി എന്താണ്, മാസ് നമ്പർ ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. എത്ര പ്രോട്ടോൺസ് ഉണ്ടോ എത്ര ന്യൂട്രോൺസ് ഉണ്ടോ രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാസ് നമ്പർ കിട്ടും. സോ മാസ് നമ്പർ എന്താണ്? ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്. ഓക്കെ, അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. നമുക്ക് ഭാവിയിൽ നിങ്ങളോട് ഞാൻ തരുവാണ് ഒരു ആറ്റോമിക് നമ്പർ തരുവാണ്. നമുക്കറിയാം ആറ്റോമിക് നമ്പർ എന്താണെന്ന് നമുക്കറിയാവോ? അത് നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാം. എന്താണ് ആറ്റോമിക് നമ്പർ? ആറ്റോമിക് നമ്പർ എന്നാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ ഐഡിയാസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണ്? ഓരോ എലമെന്റിനും ഒരു പ്രത്യേക ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്ത്. എന്താണ് ആ ഓർഡർ? ഓരോ എലമെന്റിനും ഓരോ നമ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ നമ്പറാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി ഒന്നുമില്ല. നമ്മൾ ഈ ഓരോ എലമെന്റ് എടുക്കുക, ഓരോ എലമെന്റിലും റിയാക്ഷനിലൊക്കെ പങ്കെടുക്കുന്നു, പുതിയ കമ്പൗണ്ട്സ് ഉണ്ടാവുന്നു, പുതിയ പുതിയ ബോണ്ട് ഫോം ചെയ്യുന്നു. ഇതൊക്കെ ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവരെന്ത് വെച്ചിട്ടാണ് ഫോം ചെയ്യുന്നത്? ബിക്കോസ് ദേ ആർ യൂസിങ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു, ചില ആൾ കൊടുക്കുന്നു, ചില ആൾ വാങ്ങുന്നു. ഇങ്ങനെയൊക്കെ പല പല കമ്പൗണ്ട്സും ബോണ്ടും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ ഫോം ചെയ്യാൻ ബേസിക്കലി അവർ ആരാ പങ്കെടുക്കുന്നത്? ഇലക്ട്രോൺ ആണ് പങ്കെടുക്കുന്നത്. സോ ഇലക്ട്രോണിന്റെ നമ്പർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു എലമെന്റിന്റെ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്തിന് ഡിപ്പെൻഡന്റ് ആണ്? അതിന്റെ നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഡിപ്പെൻഡ് ആണ്. പക്ഷെ നമുക്കറിയാം ഒരു എലമെന്റ് എടുത്താൽ അല്ലെങ്കിൽ ഒരു ആറ്റം എടുത്താൽ ആ ആറ്റത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ ആറ്റോമിക് നമ്പർ എന്ത് പറയാം? ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് നമ്പർ. അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയാം? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എൻ ആറ്റം ഈസ് ഈക്വൽ ടു ആറ്റോമിക് നമ്പർ. പക്ഷേ ഇലക്ട്രോൺ എന്തുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആറ്റോമിക് നമ്പർ എന്ന് പറയുമ്പോൾ പ്രോട്ടോൺ എന്ന് പറയുന്നത്, പക്ഷേ ഇലക്ട്രോൺ നമ്മൾ എപ്പോഴും പറയില്ല? കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് റിയാക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു എലമെന്റിന് എന്താണ് 12 ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ 12 പ്രോട്ടോൺസ് ഉണ്ട്. എന്നാൽ ഒരു റിയാക്ഷനിൽ പങ്കെടുത്തതിനു ശേഷം ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2 ഇലക്ട്രോൺ ലോസ് ചെയ്തു. അപ്പൊ എന്തായി? 12 പ്രോട്ടോണും 10 ഇലക്ട്രോണും മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആറ്റോമിക് നമ്പർ എന്തായിരിക്കും? 10 ആയിരിക്കോ? അല്ല, 12 ആയിരിക്കും. സോ ഈ ഒരു ചേഞ്ച് വരുന്നതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആറ്റോമിക് നമ്പർ പറയുമ്പോൾ അത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണെന്ന് പറയും. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കോൾഡ് ആറ്റോമിക് നമ്പർ. സോ പക്ഷേ പ്രോട്ടോൺസിന്റെ നമ്പറും ഇലക്ട്രോണിന്റെ നമ്പറും വേറെ ബോണ്ടൊന്നും ഇല്ല. അൺബോണ്ടഡ് നോൺ ബോണ്ടഡ് സ്റ്റേറ്റിൽ എന്തായിരിക്കും? നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ മാസ് നമ്പർ പഠിച്ചു, അതിന്റെ ആറ്റോമിക് നമ്പർ പഠിച്ചു. അപ്പോൾ നമ്മൾ എലമെന്റിനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ജനറലി നമ്മൾ കെമിസ്ട്രിക്ക് ഒരു ഭാഷയുണ്ടല്ലോ. നമ്മളിപ്പോൾ മലയാളം നമ്മുടെ മാതൃഭാഷ, ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്ന ഒരു ഭാഷ, സെക്കൻഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിന്ദി പഠിക്കുന്നുണ്ട്, ചില ആൾക്കാർ സംസ്കൃതം പഠിക്കുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ അറബി പഠിക്കുന്നു, ഉറുദു പഠിക്കുന്നു, പല പല ഭാഷകൾ. അതല്ലാതെ ചില ആൾക്കാർ റഷ്യൻ പഠിക്കുന്നു, ജർമ്മൻ പഠിക്കുന്നു, പല ഭാഷകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ ആ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പൊ സയൻസിനെ സംബന്ധിച്ച് സയൻസിൻ്റെതായുള്ള ഒരു ഭാഷയാണ്. ഇംഗ്ലീഷ് ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. ബട്ട് സ്റ്റിൽ സയൻസ് ജാഗൺസ് ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്ക് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ കെമിസ്ട്രിയിൽ നമ്മൾ എന്ത് ചെയ്യും? കെമിക്കൽ ഫോർമുലാസ് ഒക്കെ പറയുമ്പോൾ അത് നമ്മൾ കെമിസ്ട്രി പഠിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. സോ കെമിസ്ട്രി പഠിച്ച് തുടങ്ങുന്ന ആൾ ആദ്യം തന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതിന് എലമെന്റിന്റെ റെപ്രസെന്റേഷൻ. സോ എലമെന്റ്സ് റെപ്രസെന്റ് എ, നിങ്ങൾ കണ്ടു എ, എക്സ്, സെഡ്, ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുക. അതിൽ എ എന്താണ് നമുക്കറിയാം?
അതിന്റെ മാസ് നമ്പറാണ്. ടോപ്പ് ലെഫ്റ്റ് കോർണറിലാണ് നമ്മൾ ജനറലി, ചില സ്ഥലത്ത് ഇത് ടോപ്പ് റൈറ്റ് കോർണറിൽ വെക്കാറുണ്ട്, പക്ഷെ ജനറൽ റെപ്രസെന്റേഷൻ നമുക്ക് പഠിക്കാം. ടോപ്പ് ലെഫ്റ്റ് കോർണറിൽ അതിന്റെ മാസ് നമ്പർ വെക്കും. പിന്നെ നമ്മൾ എക്സ് എന്നൊരു എലമെന്റ് പേര് ഏത് എലമെന്റും എടുക്കാം. പിന്നെ അതിന്റെ ബോട്ടം ലെഫ്റ്റ് കോർണറിലാണ് നമ്മൾ അതിന്റെ ആറ്റോമിക് നമ്പർ എഴുതുക. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കാന്ന് കാർബൺ എടുക്കുവാണ്. കാർബണിന്റെ മാസ് നമ്പർ എത്രയാണ്? 12 ആണ്. കാർബണിന്റെ സിമ്പിൾ എന്താണ്? സി ആണ്. കാർബണിന്റെ ആറ്റോമിക് നമ്പർ 6 ആണ്. അപ്പൊ എന്താണ്? 12C6 എന്നാണ് നമ്മൾ പറയാം. അതായത് C12 എന്നല്ല, 12C6 എന്നാണ് ഈ ഒരു നൊട്ടേഷൻ നമ്മൾ വായിക്കുക, പ്രൊനൗൺസ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഒരു വളഞ്ഞ ഒരു സാധനത്തിൽ ഒരു പട്ടിക, ഒരു ബോക്സ് ആക്കിയിട്ടുണ്ട് അല്ലേ? ഈ ഒരു ബോക്സ് എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് ജനറൽ ആയിട്ടുള്ള 3 ഇക്വേഷൻ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് കേട്ടോ. എന്താണ്? ആറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സോ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് പ്രോട്ടോൺസിന്റെ എണ്ണമാണ് നിങ്ങൾ എടുക്കേണ്ടത്. വേറെ ബോണ്ടും കാര്യങ്ങളും അങ്ങനെ വേറെ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇലക്ട്രോൺസിന്റെ നമ്പറും എടുക്കാം. പക്ഷേ ആറ്റോമിക് നമ്പർ കിട്ടും നമുക്ക് ഉറപ്പായിട്ട് പറയാം. ഇപ്പൊ 12 ആണ് ആറ്റോമിക് നമ്പർ, അതിൽ 12 ഇലക്ട്രോൺസ് ഉണ്ടാവും എന്ന് പറയാം, ഫ്രീ ആയിട്ടുള്ള സ്റ്റേറ്റിൽ. മാസ് നമ്പർ എന്താണ്? നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും തമ്മിലുള്ള അഡീഷൻ ആണ് നമുക്ക് മാസ് നമ്പർ ആയിട്ട് കിട്ടുന്നത്. നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടാൻ എന്ത് ചെയ്യണം? മാസ് നമ്പറിൽ നിന്ന് ആറ്റോമിക് നമ്പർ കുറച്ചാൽ മതി, അതായത് A-Z. എന്താണ് മാസ് നമ്പർ? മാസ് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസും ന്യൂട്രോൺസും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്താണ്? അത് നമുക്കറിയാം, ആറ്റോമിക് നമ്പർ ആണ്. സോ മാസ് നമ്പറിൽ നിന്ന് നമ്പർ ഓഫ് പ്രോട്ടോൺസ് കുറച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. സോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എഴുതുന്നതിന് പകരം ഞാൻ എന്ത് എഴുതുന്നു? A- നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് എഴുതുന്നതിന് പകരമാണ് ഞാൻ എന്ത് എഴുതുന്നത്? A- ആറ്റോമിക് നമ്പർ എന്ന് എഴുതുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് ന്യൂട്രോൺസ് കിട്ടും. ഓക്കെ, അപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി, ആറ്റോമിക് നമ്പറും മാസ് നമ്പറും ഒക്കെ മനസ്സിലായി. ഇനി ഈ ഇലക്ട്രോൺസിന് നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്യാം? നമ്മൾ ഷെൽസ് ഒക്കെ പഠിച്ചു. ഏതൊക്കെയാ ഷെൽസ്? K, L, M, N, O, അങ്ങനെ പോകും. പക്ഷെ നമ്മളെ ഡിസ്കഷൻ നമുക്ക് ഈ 3 ആൾക്കാർ മതി. K എന്ന് വെച്ചാൽ ഫസ്റ്റ് ഷെല്ലാണ്, L എന്ന് വെച്ചാൽ സെക്കൻഡ് ഷെല്ലാണ്, M എന്ന് വെച്ചാൽ തേർഡ് ഷെല്ലാണ്. ഓക്കെ, ആ കാര്യം ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ. ഒരു ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ആണ്? 2n². ഈ n എന്ന് വെച്ചാൽ ഷെല്ലിന്റെ നമ്പറാണ്. സോ K ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും? 2 × 1² എത്രയാണ്? 2 ഇലക്ട്രോൺസ്. L ഷെല്ലിൽ 2 × 2², അത് 2 × 4. സോ 8 ഇലക്ട്രോൺസ് വിൽ ബി ദെയർ. M ഷെല്ലിൽ 2 × 3², ദാറ്റ് മീൻസ് 2 × 9. സോ 18 ഇലക്ട്രോൺസ് ക്യാൻ ബി ഒക്യുപ്പൈഡ്. മാക്സിമം 18 ആവാം. 18 തന്നെ എപ്പോഴും ഉണ്ടാവണമെന്നില്ല, 18 കുറവും ആവാം, പക്ഷെ മാക്സിമം 18 ആണ്. സോ ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജി. എനർജി കൂടുന്ന ഓർഡർ, അതായത് എനർജി കുറവുള്ളത് ആദ്യം ഫില്ല് ചെയ്യും, പിന്നെ എനർജി കൂടിയത് അങ്ങനെ ഫില്ല് ചെയ്ത് പോകും. അപ്പൊ ഏത് ഓർഡറിലായിരിക്കും ഫില്ല് ചെയ്യുക? ഡെഫിനറ്റ്ലി ആദ്യം K ഫില്ല് ചെയ്യും, പിന്നെ L ഫില്ല് ചെയ്യും, പിന്നെ M ആൻഡ് സോ ഓൺ, അങ്ങനെയായിരിക്കും ഫില്ല് ചെയ്യുക. പിന്നെ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഔട്ടർ ഷെൽ ഓഫ് എൻ ആറ്റം ഈസ് 8. ബോർസ് മോഡലിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ പറയുമ്പോൾ ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ദ ഔട്ടർ ഷെൽ. ഔട്ടർ ഷെല്ലിൽ മാക്സിമം എത്രയാണ് ഒക്യുപ്പൈ ചെയ്യുക? 8 ആണ്. ഓക്കെ, ഇതിനൊരു എക്സെപ്ഷൻ വരുന്നത് എവിടെയാണ്? ഇതിനൊരു എക്സെപ്ഷൻ വരുന്നത് എവിടെയാണ്? നമ്മൾ K ഷെല്ലിലാണ്. K ഷെല്ലിൽ മാക്സിമം എത്രയാണ് ഔട്ടർ നമ്പർ ഓഫ് ഇലക്ട്രോൺ? ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് മാത്രമേ ഒക്യുപ്പൈ ചെയ്യൂ. അപ്പോൾ 2 ഇലക്ട്രോൺസ് ഉള്ള സ്റ്റേറ്റ് ആണെങ്കിൽ, അതിന്റെ ഔട്ടർ ഷെല്ല് K ആണെങ്കിൽ എന്താണ്? അത് സ്റ്റേബിൾ ആണ്. പക്ഷെ നമുക്കറിയാം K എന്ന് വെച്ചാൽ ഏറ്റവും ഫസ്റ്റ് ഷെല്ല. ഉദാഹരണത്തിന് ഹീലിയം, എത്രയാണ് ഹീലിയത്തിൻ്റെത്? ആറ്റോമിക് നമ്പർ 2 ആണ്. അപ്പൊ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? 2 ആയിരിക്കും അല്ലേ? പക്ഷെ ഇത് സ്റ്റേബിൾ ആണ്. അത് 8 ഇലക്ട്രോൺ ഇല്ല, അതുകൊണ്ട് സ്റ്റേബിൾ അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം K ഷെല്ലിൽ മാക്സിമം 8 ആണ്. അപ്പൊ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിന്റെ ഔട്ടർ ഷെല്ലിൽ ഉണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. ഹീലിയം അല്ലാത്ത മറ്റ് ആറ്റംസ് എടുത്തു കഴിഞ്ഞാൽ എന്താണ്? പക്ഷെ ഹീലിയത്തിന് ശേഷം വരുന്ന കുറച്ച് ആറ്റംസ് കൂടി 2 ഇലക്ട്രോൺ വരുമ്പോൾ സ്റ്റേബിൾ ആവുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഇനിയും കുറച്ച് നമ്മൾ ഈ ബോണ്ടിങ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഹീലിയം കുറച്ചൊരു എക്സെപ്ഷൻ ആണെന്ന് ഇവിടെ ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ ഔട്ടർ ഷെൽ ഓഫ് ആൻ ആറ്റം ഈസ് 8. നമ്മൾ ഒക്ടറ്റ് റൂൾ ഓഫ് കോൺഫിഗറേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കുന്നുണ്ട്. ഓക്കെ, എന്താണ്? 8 ഇലക്ട്രോൺ വരുമ്പോൾ അതിന് സ്റ്റേബിലിറ്റി കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട് റൂൾസ് ഉണ്ട്. അപ്പോൾ ഒരു ഐഡിയ കിട്ടിയല്ലോ, 8 ഇലക്ട്രോൺസ് എങ്കിലും നമുക്ക് വേണം. എന്തിന്? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ആറ്റം കിട്ടണമെങ്കിൽ. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമ്മൾ അതാ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. എന്തിനാണ് നമ്മൾ സ്റ്റേബിൾ ഒന്നും അല്ലാത്തൊരു, ഒന്നിനും പറ്റാത്തൊരു ക്ഷീണിച്ചൊരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എന്തിനാക്കുന്നത്? ഒരു ആവശ്യമില്ല. നമ്മൾ അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒതുങ്ങിയ എനർജറ്റിക്കലി സ്റ്റേബിൾ ആയിട്ട് നല്ല സമാധാനത്തിൽ നിൽക്കാൻ പറ്റുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കാം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിക്കണല്ലോ. ആദ്യം നമുക്ക് ഹൈഡ്രജന്റെ കേസ്. ഹൈഡ്രജന്റെ ആറ്റോമിക് നമ്പർ 1 തന്നിട്ടുണ്ട്. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 1 ഇലക്ട്രോൺ.
ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ കെ ഷെല്ലാണ്, നമ്മൾ പറഞ്ഞ എനർജി ഓർഡറിലാണ്. അപ്പോൾ കെ ഷെല്ലല്ലേ ആദ്യം വരിക. അപ്പോൾ കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് കൊള്ളും? ഒറ്റ ഇലക്ട്രോൺസ്. അടുത്ത ലിഥിയമാണ്. ലിഥിയത്തിന്റെ ആറ്റോമിക് നമ്പർ 2 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയായിരിക്കും? ഈക്വൽ ടു ആറ്റോമിക് നമ്പർ. സോ 3 ആണ്. അപ്പോൾ കെ ഷെല്ലിൽ നമ്മൾ ആദ്യം ഫില്ല് ചെയ്യും 2 ഇലക്ട്രോൺ. കാരണം 3 ഇലക്ട്രോൺ നമുക്ക് അവിടെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റില്ല. മാക്സിമം കപ്പാസിറ്റി 2 ആണല്ലോ. സോ നെക്സ്റ്റ് ഇലക്ട്രോൺ എവിടെ പോകും? എൽ ഷെല്ലിലോട്ട് പോകും. അടുത്ത ബോറോൺ. ബോറോണിന്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 5 ആണ്. അപ്പോൾ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിൽ ബി 5. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെ ഷെല്ലിൽ 2, റിമൈനിങ് 3 വിൽ ബി ഗോ ടു എൽ ഷെൽ. അപ്പോൾ ഇവിടെ എന്താണ്? എൽ ഷെല്ലിൽ 2 ആയിട്ട് എന്തുകൊണ്ട് നമ്മൾ എഴുതിയില്ല? 2 ഇവിടെ എഴുതിയിട്ട് എം ഷെല്ലിൽ 1 എന്തുകൊണ്ട് എഴുതിയില്ല? ബിക്കോസ് എൽ ഷെല്ലിന്റെ കപ്പാസിറ്റി എത്രയാണ്? 8 ഇലക്ട്രോൺസ് ആണ് എൽ ഷെല്ലിന്റെ കപ്പാസിറ്റി. എം ഷെല്ലാവുമ്പോൾ അവിടെ 18 ഉണ്ട്. എൻ ഷെൽ എത്രയാണ്? ഇവിടെ n ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 2 × 4 സ്ക്വയർ, 2 × 16. അപ്പോൾ 32 ഇലക്ട്രോൺസ് ആണ് ഇവിടെ മാക്സിമം ഓക്യുപ്പൈ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ 8 ആയ ശേഷം മാത്രമേ അടുത്തതിൽ ഫില്ല് ചെയ്യും. നമ്മൾ പറഞ്ഞു ഔട്ടർ ഷെൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വിച്ച് ക്യാൻ ബി ഫിൽഡ് ഇൻ ദ ഔട്ടർ ഷെൽ ഇസ് 8. അതാണ് ബോർ പറഞ്ഞത്. പിന്നെ അടുത്ത നൈട്രജൻ നമ്മൾ എടുക്കുവാണെങ്കിൽ നൈട്രജനിൽ 7 ഇലക്ട്രോൺസ് എന്താണ്? 7 ഇലക്ട്രോൺസ് ഉണ്ട്. കെ ഷെല്ലിൽ എന്തായിരിക്കും? 2, എൽ ഷെല്ലിൽ 5. ഫ്ലൂറിൻ എടുക്കാം. 9 ആണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഈസ് 9. അപ്പം 2, 7. അടുത്ത നിയോൺ 10 ആണ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. സിൻസ് ദ ആറ്റോമിക് നമ്പർ വിൽ ബി 10. സോ കെ ഷെല്ലിൽ ആസ് യൂഷ്വൽ 2 ഇലക്ട്രോൺസ്, എൽ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ്. അപ്പോൾ ഇവിടെ ഫില്ലായി, എൽ ഷെൽ ഫില്ലായി. സോ ഇനി റിമൈനിങ് എങ്ങോട്ടാണ് നമുക്ക് പോവാം? നമ്മൾ എം ഷെല്ലിലോട്ടാണ് ഫില്ല് ചെയ്യുക. സോ 12 മഗ്നീഷ്യത്തിന്റെ 12 ആണ്. അപ്പോൾ 2, 8 ഇവിടെ 10 ആയി. ബാക്കി റിമൈനിങ് 2 വിൽ ബി ഗോയിങ് ടു എം ഷെൽ. സോ അടുത്ത സിലിക്കൺ ആണ്. സിലിക്കൺ എത്രയാണ്? 14 ആണ്. 14 ആകുമ്പോൾ എത്രയാണ്? 14 ഇലക്ട്രോൺസ് ഉണ്ട്. 14 ഇലക്ട്രോൺസ് നമുക്ക് ഫില്ല് ചെയ്യാലോ. കെ ഷെല്ലിൽ 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 2, 8, 4. അടുത്ത സൾഫർ എടുക്കാം. സൾഫർ 16 ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, 14 ഇലക്ട്രോൺസ് 2, 8, 6. ഓക്കെ, അവസാനം ആർഗൺ വന്നു. ആർഗൺ 18 ഇലക്ട്രോൺസ്. 18 ഇലക്ട്രോൺസ് എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം? 2, 8, 8. അപ്പൊ എം ഷെല്ലും ഫില്ലായി. സോ നെക്സ്റ്റ് ഇലക്ട്രോൺ എങ്ങോട്ടേക്കാണ് പോവുക? നെക്സ്റ്റ് ഇലക്ട്രോൺ വിൽ ഗോസ് ടു എൻ ഷെൽ. ഓക്കെ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നാം. 18 ഇലക്ട്രോൺസിന്റെ കപ്പാസിറ്റി ഉണ്ട്, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റിൽ ഈ 8 ഇലക്ട്രോൺസിന്റെ കാര്യം പറയുന്നത്? അല്ലെ, ഒരു സംശയം വരുന്നില്ലേ? ആ സംശയങ്ങൾ നിങ്ങളവിടെ മനസ്സിൽ നിൽക്കട്ടെ. ട്രൈ ടു ഫൈൻഡ് ദർ ആൻസർ. ഇപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാനില്ല, നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ബട്ട് സ്റ്റിൽ ഇത് നിങ്ങൾക്ക് ക്യൂരിയസ് ആകാൻ വേണ്ടി ഞാൻ ഒരു ക്വസ്റ്റ്യൻ തരുവാണ്. 18 ഇലക്ട്രോൺസ് വരെ ഇവിടെ പോസിബിൾ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ 8 ഇലക്ട്രോൺ ഫില്ല് ആയതിനു ശേഷം നെക്സ്റ്റ് എൻ ഷെല്ലാണ് ഫില്ല് ആയത്. വാട്ട് കുഡ് ബി ദ റീസൺ ഫോർ ദാറ്റ്? അത് നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. ഓക്കെ, സോ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോർസ് മോഡൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു. 1, 2, 2, 1, 2, 3, 2, 5, 2, 6, 2, 8, 2, 8, 8 എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. പക്ഷെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ബോർസ് മോഡൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ഹൈഡ്രജന്റെ എക്സാമ്പിൾ നിങ്ങൾ കണ്ടോ. നമ്മൾ ആദ്യം ന്യൂക്ലിയസ് ആണ് വരക്കുന്നത്. ഓക്കെ, ന്യൂക്ലിയസ് വരച്ചു. അതിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ആണ്? 1 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ 1 പ്രോട്ടോൺ, 0 ന്യൂട്രോൺ. ഒറ്റ ന്യൂട്രോൺ ഇല്ല. സോ എത്രയാണ്? അപ്പോൾ 1 പ്രോട്ടോണും 1 ന്യൂട്രോണും ഉണ്ട്. ഇനി ഹീലിയം എടുത്താൽ അതിൽ 2 പ്രോട്ടോണും 2 ഇലക്ട്രോൺസും കാണാം, കൂടെ 2 ന്യൂട്രോൺസും കാണാം. ഓക്കെ, പിന്നെ ലിഥിയം എടുക്കുമ്പോൾ 2, 1 ആണ്. അപ്പൊ 3 പ്രോട്ടോൺ ഉണ്ട്, 4 ന്യൂട്രോണും, കൂടെ എന്താണ്? ആദ്യത്തെ ഷെല്ലിൽ കണ്ടോ, ഈ ഷെല്ല് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐഡിയ മനസ്സിലായി. ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ, രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ. പിന്നെ അടുത്ത ബെറിലിയം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 2, 2 ആണ്. അപ്പൊ എന്താണ്? 4 ഇലക്ട്രോൺസ്. ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെല്ലിൽ 2. ന്യൂക്ലിയസിൽ നോക്കുകയാണെങ്കിൽ എന്താണ്? 4 പ്രോട്ടോണും 5 ന്യൂട്രോണും. ഇപ്പൊ നിങ്ങൾ കണ്ട ഒരു കാര്യം മനസ്സിലായി. നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം നമ്മൾ വിചാരിക്കുന്ന പോലെ പ്രെഡിക്റ്റബിൾ എപ്പോഴും ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും എണ്ണത്തിന് ഈക്വൽ ആവണം എന്നില്ല. ചിലപ്പോൾ അതിൽ കൂടുതലാവാം, ചിലപ്പോൾ വളരെ കൂടുതലാവും, ചിലപ്പോൾ ഫ്രാക്ഷൻസ് ഓഫ് ഡിഫറൻസ്, ചിലപ്പോൾ സെയിം ആയിരിക്കാം. നമ്മൾ ഈ തുടക്കത്തിലുള്ള ചെറിയ ചെറിയ എലമെന്റ്സിൽ ഒരു ആറ്റോമിക് നമ്പർ ഒരു 20, 21, 30 ആ ഒരു റേഞ്ച് വരെ എത്തുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് സെയിം നമ്പർ ഓഫ് എന്താ പറയണ്ടേ പ്രോട്ടോൺസ് ന്യൂട്രോൺസ് ആയിരിക്കും. പക്ഷെ ഹയർ എലമെന്റിലേക്ക് പോകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ സ്റ്റാർട്ട് ഇൻക്രീസിങ്. കുറെ കൂടി ന്യൂട്രോൺസ് ഉണ്ടാവും നമ്പർ ഓഫ് പ്രോട്ടോൺസിനേക്കാളും. അങ്ങനെയാണ് ഈ പ്രോപ്പർട്ടീസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് പിന്നെ ഭാവിയിൽ ഈ ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ വന്നത്. നമ്മൾ ഈ ന്യൂക്ലിയർ പ്ലാന്റ്, ന്യൂക്ലിയർ ബോംബ്, ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ കേട്ടില്ലേ? ഇതിലൊക്കെ ന്യൂട്രോൺസിന്റെ എണ്ണം അധികം ഉണ്ടെന്നുള്ള ഈ പ്രോപ്പർട്ടി വളരെ ഉപയോഗിക്കുന്നുണ്ട്. റേഡിയോ ആക്റ്റീവ് ഡീക്കെ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇതിലൊക്കെ ഈ ന്യൂട്രോൺസിന്റെ ഒരു സാന്നിധ്യമുണ്ട്. ഓക്കെ,
ന്യൂട്രോൺ ബോംബ് എന്നൊരു പ്രത്യേക ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങളെ ഒരു ക്യൂരിയോസിറ്റിക്കും നിങ്ങൾക്ക് ഭാവിയിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഫെസിനേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ന്യൂട്രോൺ എന്ന് വെച്ചാൽ വെറുതെ ചാർജ് ഒന്നും ഇല്ല, ന്യൂട്രൽ ആയിട്ടുള്ള സാധനമാണ്, ഒക്കെ ശരി തന്നെ. പക്ഷേ ന്യൂട്രോൺ വെറുതെ അവിടെ നിൽക്കില്ലല്ലോ, അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഡിസ്കഷന്റെ കാര്യമല്ല. ഇപ്പം നമ്മൾ ബോർസ് മോഡലിൽ എങ്ങനെ ഇത് എഴുതാമെന്ന് മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾ ന്യൂട്രോൺ ഡിനോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ ബോർസ് മോഡൽ എഴുതണം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡിനോട്ട് ദാറ്റ് ഒരു സർക്കിൾ, ഇപ്പോൾ ഹൈഡ്രജന്റെ ആണെങ്കിൽ അതിന്റെ ചുറ്റും ഒരു ഷെല്ല് കൂടി വരക്കുക, ഇലക്ട്രോൺ ഡിനോട്ട് ചെയ്യുക. ഇവിടെ എന്താണ് 1 പ്രോട്ടോൺ എഴുതിയാൽ മതി. എഴുതിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം ഹൈഡ്രജൻ 1 എന്ന് പറഞ്ഞ് എഴുതിയാലും മതി. ഓക്കെ, പിന്നെ നമ്മൾ ബോറോൺ എടുക്കുക, 2 3 കണ്ടു, ആദ്യത്തെ ഷെൽ 2, രണ്ടാമത്തെ ഷെൽ 3. കാർബൺ 2 4 ആണ്, അത് നിങ്ങൾ കണ്ടു, ആദ്യത്തെ ഷെൽ 2 ഇലക്ട്രോൺ, ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ്. നിയോൺ നോക്കിയ 2 8 ആണ്, ആദ്യത്തെ ഷെല്ലിൽ 2, രണ്ടാമത്തെ ഷെൽ 8 ഇലക്ട്രോൺസ്. അപ്പോൾ അവിടെ എന്തായി, രണ്ടാമത്തെ ഷെല്ലിൽ എൽ ഷെല്ലിൽ മാക്സിമം കപ്പാസിറ്റി ആയി. അപ്പോൾ അടുത്ത ഇലക്ട്രോൺ എങ്ങോട്ട് പോകും, അടുത്ത നെക്സ്റ്റ് ആയിട്ടുള്ള എം ഷെല്ലിലോട്ട് പോകും. കണ്ടോ, ഇപ്പം സോഡിയം 2 8 1, അവസാനത്തെ ഈ മൂന്നാമത്തെ വലിയ ഷെല്ല് കണ്ടോ, ഒറ്റക്കൊരു ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ടോ, അതാണ് അങ്ങനെയുള്ളത്. പിന്നെ അടുത്ത എന്താണ്, ആർഗൺ എടുത്തപ്പോൾ 2 8 8, ഇവിടെ 2 ആയി, അടുത്ത രണ്ടാമത്തെ ഷെല്ലും 8 ആയി, മൂന്നാമത്തെ ഷെൽ 8 ആയി. നമ്മൾ 18 ഇലക്ട്രോണിന്റെ കാര്യം സൂചിപ്പിച്ചായിരുന്നു. ബട്ട് സ്റ്റിൽ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എത്രയാണ്, 8 ഇലക്ട്രോൺസ് ആവുന്നത് വരെയാണ് മാക്സിമം ഒക്യുപ്പൻസി എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്, ബോർ പറഞ്ഞിട്ടുണ്ട്. സോ ഒക്യുപ്പൻസി അവിടെ ഫില്ലായി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ബോർ മോഡൽ റെപ്രസെന്റ് ചെയ്യാം. ഒരു ആറ്റം തന്നു കഴിഞ്ഞാൽ അതിന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കൂടി നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. ഇനിയല്ല നിങ്ങൾക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയില്ല, പക്ഷെ എന്തറിയാം, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്ര ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ 8 ആണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, എന്താണ്, ഇപ്പൊ 18 താഴെ മാത്രമാണ് കേട്ടോ ഇത്. 18 മുകളിലാകുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ട്, അത് നിങ്ങൾ പഠിക്കും. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് 17, ആറ്റോമിക് നമ്പർ 17 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം, ആദ്യം നിങ്ങൾ ന്യൂക്ലിയസ് വരക്കുക, കൂടെ ഷെൽസ് വരച്ചിട്ട് അതിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്ത് വരച്ചാൽ മതി. ഇപ്പം 17 എന്ന് പറയുമ്പോൾ എന്താണ് 2, അടുത്ത ഷെല്ലിൽ എന്താണ് 8 ഇലക്ട്രോൺസ് ഉണ്ടാവും അല്ലേ, അടുത്ത ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഉണ്ടാവും, അവസാനത്തെ ഷെല്ലിൽ എന്താവും 7 ഇലക്ട്രോൺസ് നമുക്ക് വരക്കാൻ പറ്റും അല്ലേ. അപ്പൊ എന്തായി 1 2 3 4 5 6 7. അപ്പൊ നിങ്ങൾക്ക് എന്താ പറയുക, ആദ്യത്തെ ഷെൽ 2, രണ്ടാമത്തെ ഷെൽ 8, മൂന്നാമത്തെ 7, ഇങ്ങനെ വരച്ചിട്ടും എത്താം. നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ നമ്മൾ അങ്ങനെ പഠിക്കുക. പക്ഷെ പിന്നെ നമ്മൾ കുറച്ച് ചെയ്ത് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം മനസ്സിലാവും എന്താണ്, നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ വരച്ചിട്ടൊന്നും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല. ആറ്റോമിക് നമ്പർ ഉണ്ട്, നമുക്കറിയാം ഓരോ ഷെല്ലും എത്രയാണെന്ന്. ആ ഒരു ഐഡിയ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എഴുതാൻ പറ്റും. സോ നിങ്ങൾ ആറ്റോമിക് നമ്പർ എന്താണ്, മാസ് നമ്പർ എന്താണ്, ബോർ മോഡൽ റെപ്രസെന്റേഷൻ എങ്ങനെയാണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണെന്നൊക്കെ കണ്ടു. ഓക്കെ, അപ്പൊ ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയായിരുന്നു. ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അതായത് ഒരു എലമെന്റ് പേര് തന്നിട്ട് 27Al13. ഈ ഒരു എലമെന്റ്, അതായത് അലൂമിനിയത്തിന്റെ ഒരു ബോർ മോഡൽ റെപ്രസെന്റേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പൊ ഈ റെപ്രസെന്റേഷൻ നോക്കിയിട്ടും ഈ നൊട്ടേഷൻ സിമ്പിൾ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു ടേബിൾ ഒന്ന് ഫില്ല് ചെയ്യണം. ആറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം, മാസ് നമ്പർ കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് പ്രോട്ടോൺസ്, നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് ആണ്, ടി അല്ല യു ആണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ്, പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ആറ്റോമിക് നമ്പർ എന്തായിരിക്കും, നമ്മൾ നൊട്ടേഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. നൊട്ടേഷന്റെ ബോട്ടം ലെഫ്റ്റ് എന്താണ്, അത് ആറ്റോമിക് നമ്പർ അഥവാ Z ആണ്. ഓക്കെ, ടോപ്പ് ലെഫ്റ്റ് എന്താണ്, അത് മാസ് നമ്പർ അഥവാ A ആണ്. സോ ആറ്റോമിക് നമ്പർ എന്താണ് 13 ആയിരിക്കും, മാസ് നമ്പർ എന്താണ് 27 ആയിരിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസ് എത്രയാണ്, നിങ്ങൾ ഇവിടെ നൊട്ടേഷൻ ഇവിടെ ഒന്നും എണ്ണാനില്ലാലോ, ഡിനോട്ട് ചെയ്യില്ല എന്നൊന്നും ആലോചിക്കേണ്ട. എന്താണ്, ആറ്റോമിക് നമ്പർ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്. സോ എത്ര പ്രോട്ടോൺസ് ആണ്, 13 പ്രോട്ടോൺസ് ഉണ്ടാവും. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്, നിങ്ങൾക്ക് ഇവിടെ കൗണ്ട് ചെയ്യാം, ബട്ട് ജനറലി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോട്ടൽ അൺഅയണൈസ്ഡ് സ്റ്റീൽ, അതായത് വേറെ ബോണ്ടും കാര്യങ്ങളൊന്നും ഇല്ല, ഐസൊലേറ്റ് ആയി ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ആറ്റം ആണെങ്കിൽ അതിന്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും എന്താണ്, ഈക്വൽ ആണ്. സോ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവും, ഇലക്ട്രോൺസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് പ്രോട്ടോൺസ്, ദാറ്റ് ഈസ് 13. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയാണ് കണ്ടുപിടിക്കാൻ, നമ്പർ ഓഫ് ന്യൂട്രോൺസ് എങ്ങനെ കണ്ടുപിടിക്കാം, നമ്പർ ഓഫ് ന്യൂട്രോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ കണ്ടിട്ടുണ്ട്, എങ്ങനെയാ, വിൽ ബി ഈക്വൽ ടു A മൈനസ് Z. A to Z അല്ല കേട്ടോ, A മൈനസ് Z. A എന്ന് വെച്ചാൽ എന്താണ്, മാസ് നമ്പർ, Z എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ. സോ A മൈനസ് Z എന്താണ് 27 മൈനസ് 13, എത്രയാണ്, നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി 14. ഓക്കെ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം എങ്ങനെ, നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഈ റെപ്രസെന്റേഷൻ നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എഴുതാം, ഇനി അല്ലാതെ തന്നെ നോക്കുവാണെങ്കിൽ എഴുതാം. നമുക്ക് റെപ്രസെന്റേഷൻ നോക്കി ഇവിടെ ഉണ്ടല്ലോ, എന്താണ്, ആദ്യത്തെ ഷെല്ലിൽ 2 2,
പിന്നെ എത്രയാണ് രണ്ടാമത്തെ ഷെൽ എത്രയാണ് 8 2 8 പിന്നെ എത്രയാണ് അവസാനത്തെ ഷെൽ 3 13 പിന്നെ അറ്റോമിക് നമ്പർ ഓൾറെഡി കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം എന്താണ് 283 എന്ന് എഴുതാനേ ഉള്ളൂ കാരണം നമുക്കറിയാം കെ ഷെല്ലിൽ 2 ആണ് എൽ ഷെല്ലിൽ 8 ആണ് എം ഷെല്ലിൽ 3 ആണ് മാക്സിമം 8 വരെ പോകും ഓക്കെ അപ്പം ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്താണ് നമുക്ക് എങ്ങനെ ഒരു റെപ്രസെന്റേഷൻ തന്നാലും തന്നിട്ടില്ലെങ്കിലും നമുക്കൊരു എലമെന്റിന്റെ ആറ്റോമിക് നമ്പർ അല്ലെ അതിന്റെ റെപ്രസെന്റേഷൻ ഇതാ ഇവിടെ കൊടുത്ത പോലെ റെപ്രസെന്റേഷൻ തന്നാൽ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിന്റെ ആറ്റോമിക് നമ്പർ മാസ് നമ്പർ നമ്പർ ഓഫ് പ്രോട്ടോൺസ് നമ്പർ ഓഫ് ഇലക്ട്രോൺസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ബോർസ് മോഡലിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അതിൽ എന്തൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇനി നമുക്ക് ക്യൂരിയസ് ആയിട്ടുള്ള വേറൊരു കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് സോ ബോർസ് മോഡൽ ഡിസ്കസ് ചെയ്തു ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ് ഐസോടോപ്പ് അഥവാ ഐസോ ബാർ പിന്നെ ഐസോടോൺസ് ഒക്കെ ഉണ്ട് നമ്മൾ ഐസോടോപ്പ് ആണ് മെയിൻ ഫോക്കസ് ഈ ഐസോടോപ്പ് നിങ്ങൾക്ക് ആദ്യം കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് പക്ഷേ ഇത് ഒരുപാട് യൂസസ് ഉള്ള സാധനമാണ് അപ്പൊ ഐസോടോപ്പ് ബേസിക്കലി എന്താണ് ഡെഫിനിഷൻ നോക്കുവാണെങ്കിൽ ആറ്റംസ് ഓഫ് ദ സെയിം എലമെന്റ് ഹാവിംഗ് ദ സെയിം ആറ്റമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ആർ കോൾഡ് ഐസോടോപ്സ് എന്താണ് സെയിം ആറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ ഉള്ളതിനാണ് നമ്മൾ ഐസോടോപ്സ് എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിൽ ഐഡിയ പോകേണ്ട എന്താണ് സെയിം ആറ്റോമിക് നമ്പർ ആണ് പക്ഷെ ഡിഫറെന്റ് മാസ് നമ്പർ ഡിഫറെന്റ് ആവണമെങ്കിൽ എന്താ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ് നമ്പർ എന്താണ് മാസ് നമ്പർ എ will be equal to number of protons plus number of ന്യൂട്രോൺസ് അല്ലെ ന്യൂട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെയും അഡീഷൻ ആണ് മാസ് നമ്പർ സോ സെയിം ഡിഫറെന്റ് മാസ് നമ്പർ വരും പക്ഷെ സെയിം ആറ്റോമിക് നമ്പർ എന്താ ഐഡിയ ഇപ്പോ നമ്പർ ഓഫ് പ്രോട്ടോൺസ് 1 നമ്പർ ഓഫ് ന്യൂട്രോൺസ് 1 ആണെങ്കിൽ മാസ് നമ്പർ 2 ആയിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ് സെയിം ആണ് അതാണ് സെയിം ആറ്റോമിക് നമ്പർ കൊണ്ട് സൂചിപ്പിക്കുക അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഡിഫറെന്റ് ആവുമ്പോഴാണ് എന്ത് മാറുന്നത് മാസ് നമ്പർ മാറുന്നത് അപ്പൊ നമുക്ക് എന്ത് പറയാം ഐസോടോപ്സ് ആർ ദ ആറ്റംസ് ഓഫ് സെയിം എലമെന്റ് having different number of neutrons or same number of protons but different number of neutrons അങ്ങനെയും നിങ്ങൾക്ക് ഓർമ്മിക്കാം നിങ്ങളുടെ മനസ്സിൽ നമ്മൾ ഇതുവരെ പഠിച്ചതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ നമ്മൾ എപ്പോഴും പഠിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് കണക്ഷൻസ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം കണക്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് നമ്മളത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നമ്മുടെ മൈൻഡിൽ അങ്ങനെ നിൽക്കുക ഓക്കെ സോ ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഉണ്ടാവും ഐസോടോപ്പുകൾ എക്സാമ്പിൾസ് ആണ് ഹൈഡ്രജന്റെ 3 ഐസോടോപ്സ് വളരെ ഫേമസ് ആയിട്ടുള്ളതാണ് പ്രോട്ടിയം ഡ്യൂട്ടീരിയം ട്രിഷ്യം ഈ ഡ്യൂട്ടീരിയം എന്ന സാധനമാണ് ഈ ന്യൂക്ലിയർ റിയാക്ടറിലൊക്കെ ഉപയോഗിക്കുന്നത് ഓക്കെ പിന്നെ അതുപോലെ ഹാർഡ് വാട്ടർ എന്നൊക്കെ പറയുന്നുണ്ട് അതിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് എന്താ ഡ്യൂട്ടീരിയം ഓക്കെ സോ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ എന്താണ് ഒന്നാമത്തെ നമുക്ക് 1H1 രണ്ടാമത്തെ 2H1 3H1 നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും മാസ് നമ്പർ മാത്രമാണ് ഡിഫറെന്റ് വരുന്നത് മാസ് നമ്പർ 2 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിൽ ബി 1 നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി 1 ഇവിടെ എന്തായിരിക്കും atomic number is 1 mass number is 1 that means number of neutrons will be 0 ഇവിടെ number of neutrons 1 ഇവിടെ നമ്മൾ number of neutrons എന്താവും 2 ആയിരിക്കും ഓക്കെ പിന്നെ ഐസോടോപ്സ് ഓഫ് കാർബൺ ഉണ്ട് 12 കാർബൺ സി 13C6 14C6 ഇതും ഐസോടോപ്സ് ഓഫ് കാർബൺ പക്ഷേ ഐസോടോപ്സ് നിങ്ങൾ പറയുമ്പോൾ ഈ ഐസോടോപ്സ് എല്ലാ ഐസോടോപ്സും ഒരേ എമൗണ്ട് ആയിരിക്കില്ല കേട്ടോ ചില ഐസോടോപ്സ് വളരെ കൂടുതൽ ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ ഐസോടോപ്പ് പ്രോട്ടിയം ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുമ്പോൾ മോർ ദാൻ 95% അതായിരിക്കും കാർബൺ ഐസോടോപ്പ് എടുക്കുകയാണെങ്കിൽ 12C6 ആണ് മേജർ ഐസോടോപ്പ് അതാണ് മോർ ദാൻ 99% ഒക്കെ മിക്കവാറും കാണും ആരാണ് 12C6 ആണ് ബാക്കിയൊക്കെ വളരെ മൈന്യൂട്ട് ക്വാണ്ടിറ്റി ആണ് ബട്ട് സ്റ്റിൽ ഐസോടോപ്സ് എക്സിസ്റ്റ് പിന്നെ ഐസോടോപ്സിന്റെ കുറച്ച് യൂസസ് നമുക്ക് പഠിക്കാം നേരത്തെ പറഞ്ഞതുപോലെ ഡ്യൂട്ടീരിയം ഈസ് യൂസ്ഡ് ഇൻ ആറ്റമിക് റിയാക്ടേഴ്സ് ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഐസോടോപ്പിന്റെ പേരുകളും ഡെഫിനേഷൻ കാര്യങ്ങളൊക്കെ പഠിച്ചാലും കുറച്ച് യൂസസ് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ അടുത്ത എന്താണ് കാർബൺ 14 നമ്മൾ പറഞ്ഞു കാർബണിന് 3 ഐസോടോപ്സ് ഉണ്ട് കാർബൺ 13 കാർബൺ 14 പിന്നെ ഏറ്റവും കൂടുതലുള്ള കാർബൺ 12 കാർബൺ 14 is used to determine the age of fossils and prehistoric objects അതായത് നമ്മൾ ഈ ചരിത്രം ഒക്കെ പഠിക്കുന്നില്ലേ ആർക്കിയോളജിക്കൽ സർവേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇവരൊക്കെ ചെയ്യുന്നതിൽ ഇവർ ഈ ഫോസിൽ കണ്ടെത്തി ഫോസിൽ ഉണ്ട് പറയും ഇത് ലക്ഷക്കണക്കിന് വർഷം പഴക്കമുള്ളതാണ് 1000-2000 വർഷങ്ങൾ പഴക്കമുള്ള ആ പഴക്കം കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കാർബൺ 14 ഇവിടെ നമ്മുടെ ഐസോടോപ്പിന്റെ ഹാഫ് ലൈഫ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ കാൽക്കുലേഷൻ നടത്തുന്നുണ്ട് അപ്പൊ ഹാഫ് ലൈഫ് എന്താന്നൊക്കെ ഉള്ളത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അന്വേഷിക്കുക ഗൂഗിളിലൊക്കെ അടിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും പക്ഷെ ഹയർ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്നുണ്ട്
പിന്നെ ഫോസ്ഫറസ് 31 ഈസ് യൂസ്ഡ് ആസ് ട്രേസേഴ്സ് ഫോർ ഐഡന്റിഫൈങ് ന്യൂട്രിയന്റ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ്സ്. ട്രേസേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ട്രേസ് ചെയ്യാനാണ്. ന്യൂട്രിയൻസ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല പ്ലാന്റിൽ, അതിൻ്റെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോസ്ഫറസ് 31 ഉപയോഗിക്കുന്നത്. പിന്നെ അടുത്ത അയഡിൻ 131 ആൻഡ് കൊബാൾട്ട് 60 ആർ യൂസ്ഡ് ഇൻ മെഡിക്കൽ സയൻസ് ഫോർ എയിൽമെന്റ്സ് ലൈക്ക് ക്യാൻസർ ആൻഡ് ട്യൂമർ. അതായത് ട്യൂമേഴ്സ് വന്നിട്ടാണ്, നമുക്കറിയാം മാലിഗ്നന്റ് ട്യൂമേഴ്സ് വന്നിട്ടാണ് ക്യാൻസർ ഉണ്ടാകുന്നത്. സോ അതിൻ്റെയൊക്കെ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അയഡിൻ 131ഉം കൂടാതെ കൊബാൾട്ട് 60യും. പിന്നെ യുറേനിയം 235 ആണ് ആറ്റോമിക് റിയാക്ടേഴ്സിൽ ഫ്യൂവലായിട്ട് ഉപയോഗിക്കുന്നത്. അത് റിയാക്ട് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യും. ആ എനർജി ഉപയോഗിച്ചിട്ടാണ് ന്യൂക്ലിയർ റിയാക്ടർ ഒക്കെ പ്രവർത്തിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് പ്ലൂട്ടോണിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. യുറേനിയം 235 ജനറലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐസോട്ടോപ്പ് ആണെന്ന് ഓർമ്മിച്ച്. ഓക്കെ, 235 ഈ നമ്പർ പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ആറ്റോമിക് നമ്പർ അല്ല കേട്ടോ. ഈ കാർബൺ 14, ഫോസ്ഫറസ് 31, അയഡിൻ 131, കൊബാൾട്ട് 60 എന്ന് പറയുന്നത് ചുമ്മാ ഒരു നമ്പർ അല്ല. കാർബൺ 40 എന്ന് പറയുന്നത് എന്താണ്? കാർബണിന്റെ മാസ് നമ്പർ ആണ്. ഫോസ്ഫറസ് 31 എന്ന് പറയുമ്പോൾ 31 എന്ന് വെച്ചാൽ ഫോസ്ഫറസിന്റെ ആ പെർട്ടിക്കുലർ മാസ് നമ്പർ ഉള്ള ഐസോട്ടോപ്പ്. അയഡിൻ 131 അങ്ങനെ തന്നെ 131 അതിന്റെ മാസ് നമ്പർ ആണ്. ഓക്കെ, യുറേനിയം 235 എന്നത് 235 അതിന്റെ മാസ് നമ്പർ ആണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്. അല്ലാതെ 235 ഉള്ള എലമെന്റ് ഒന്നും ഇല്ല. ആകെ കണ്ടുപിടിച്ചത് 118 എലമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ തന്നെ 92 എലമെന്റ്സ് മാത്രമേ നാച്ചുറൽ ആയിട്ട് കാണുള്ളൂ. അപ്പൊ 235 ഒന്നും ഫ്യൂച്ചറിൽ ഉണ്ടാവാം, ബട്ട് ആസ് ഓഫ് നൗ 92 എലമെന്റ്സ് ആണ് നാച്ചുറലി ഒക്കറിംഗ് ആയിട്ട് നമുക്ക് കാണുന്നത്. പിന്നെ അവസാനത്തെ ഒരു കാര്യം, കൊബാൾട്ട് 60 ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് മെഡിക്കൽ ഇംപ്ലിമെന്റ്സ് ലൈക്ക് സിറിഞ്ച്, ഗ്ലോവ്സ്. അപ്പോൾ കൊബാൾട്ട് 60 നമുക്ക് എന്തിനാണ് ട്യൂമറിന്റെ ചികിത്സക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സ്റ്റെറിലൈസ് ചെയ്യാൻ കൂടി ഉപയോഗിക്കുന്നു. സിറിഞ്ചും ഗ്ലൗസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ കൂടി ഐസോടോപ്സ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി അടുത്ത ചെറിയ രണ്ട് കാര്യങ്ങളാണ്, ഐസോബാർസ് എന്താണ്, ഐസോടോൺസ് എന്താണ്. സോ ഐസോബാർസ് ആർ ആറ്റംസ് ഹാവിംഗ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റമിക് നമ്പർ. സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെന്റ് ആറ്റമിക് നമ്പേഴ്സ്. അപ്പൊ ഇവിടെ എന്താണ് മാസ് നമ്പർ? ഇവിടെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ന്യൂട്രോൺസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ സിമിലാരിറ്റി ഒന്നും ഉണ്ടാവില്ല, ആകെ മാസ് നമ്പർ സെയിം ആയിരിക്കുന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് 40 CA കാൽസ്യം 20. 40 CA 20 എന്ന് പറയുമ്പോൾ എന്താണ്? 40 ആണ് മാസ് നമ്പർ, പിന്നെ 20 ആണ് ആറ്റോമിക് നമ്പർ. അപ്പൊ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്തായിരിക്കും? ന്യൂട്രോൺസ് നമ്പർ എന്തായിരിക്കും? 40 - 20 വിച്ച് ഈസ് ഈക്വൽ ടു 20. സോ അടുത്തത് 40 ആർഗൺ 18. ഇവിടെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എത്രയായിരിക്കും? 40 - 18 വിച്ച് വിൽ ബി ഈക്വൽ ടു 22 ന്യൂട്രോൺസ്. നോക്കി, ഇവിടെ 20 ആണ് ന്യൂട്രോൺസ്, ഇവിടെ 22 ആണ്. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇവിടെ 20 ആണ്, ഇവിടെ 18 ആണ്. സോ അവിടെ അങ്ങനത്തെ സിമിലാരിറ്റീസ് ഒന്നുമില്ല. ഐസോബാർസിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, മാസ് നമ്പർ വിൽ ബി സെയിം, പക്ഷേ ആറ്റോമിക് നമ്പർ ഡിഫറെന്റ് ആയിരിക്കും. അത് വേറൊരു ക്ലാസ് ഓഫ് എലമെന്റ്സ് ആണ്, അല്ലെങ്കിൽ ക്ലാസ് ഓഫ് ആറ്റംസ് ആണ് നിങ്ങൾ കണ്ടുപിടിച്ചാൽ. പിന്നെ ഐസോടോൺസ്, ടീൻസ് അല്ല, ഐസോടോൺസ് ആണ്. ഐസോടോൺസ് എന്താണ്? ആറ്റംസ് വിത്ത് ദ സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോടോൺസ്. നമ്മൾ ഡിഫറെന്റ് നമ്പർ ഓഫ് ന്യൂട്രോൺസ് ബട്ട് സെയിം നമ്പർ ഓഫ് ആറ്റോമിക് നമ്പർ ഓർ സെയിം നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആണ് നമ്മൾ ഐസോടോപ്സ് എന്ന് വിളിക്കും. സോ ഐസോടോൺ എന്താണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺസ്. ഫോർ എക്സാമ്പിൾ 15N7. ഇവിടെ എത്രയാണ് ന്യൂട്രോൺസ്? 15 - 7 വിച്ച് വിൽ ബി ഈക്വൽ ടു 8 ന്യൂട്രോൺസ്. അടുത്ത 14C6. ഇവിടെ എത്രയാണ്? 14 - 6 വിച്ച് വിൽ ഓൾസോ ബി ഈക്വൽ ടു 8 ന്യൂട്രോൺസ്. സോ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇവിടെ സെയിം ആണ്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോടോൺസ് എന്ന് വിളിക്കുന്നത്. സോ ഐസോടോപ്പ്, ഐസോബാർസ്, ഐസോടോൺസ്, ആ ഒരു കൺഫ്യൂഷൻ ഒന്നുണ്ടല്ലോ, എല്ലാം ക്ലിയർ ആണ്. ഐസോടോപ്പിൽ എന്താണ്? ആറ്റോമിക് നമ്പർ സെയിം, മാസ് നമ്പർ ഡിഫറെന്റ്. ഐസോബാറിൽ എന്താണ്? മാസ് നമ്പർ സെയിം, ആറ്റോമിക് നമ്പർ ഡിഫറെന്റ്. ഐസോടോൺസ് എടുത്ത് എന്താണ്? ആറ്റോമിക് നമ്പർ, മാസ് നമ്പർ ഇങ്ങനത്തെ ഒന്നുമില്ല. എന്താണ്? ആകെ നമ്പർ ഓഫ് ന്യൂട്രോൺസ് വിൽ ബി ഈക്വൽ ഇൻ ഓൾ ഓഫ് ദ ആറ്റംസ്. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെ പഠിച്ചു? ബോർസ് മോഡൽ പഠിച്ചു, ഇലക്ട്രോൺസ് എവിടെയൊക്കെ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട് കണ്ടു, പല എനർജി ലെവൽസ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു അല്ലേ. എനർജി ലെവലിൽ നമ്മൾ എന്ത് വിളിച്ചു? ഷെൽസ് എന്ന് വിളിച്ചു. ഓരോ ഷെല്ലിലും 2n² നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. എനർജിയുടെ ഓർഡറിലാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. അതുപോലെ ഓരോ ഷെല്ലിനും പെർട്ടിക്കുലർ എനർജിയാണ്. ആ എനർജി അങ്ങനെ മാറില്ല. എനർജി ഓഫ് എ ഷെൽ റീമെയിൻസ് കോൺസ്റ്റന്റ്. പക്ഷേ എനർജി ചെറിയൊരു വേരിയേഷൻ ഉണ്ട് എപ്പോ? ആ ഒരു ട്രാൻസിഷൻ നടക്കുമ്പോൾ. പക്ഷേ ട്രാൻസിഷന്റെ കാര്യം നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഓർമ്മിച്ച് വെച്ചാൽ മതി. എനർജി ഓഫ് എൻ ഇലക്ട്രോൺ ഇൻ എ പെർട്ടിക്കുലർ ഷെൽ വിൽ റിമെയിൻസ് കോൺസ്റ്റന്റ്. പിന്നെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടത് നമ്മൾ എങ്ങനെയാണെന്ന് പഠിച്ചു. എന്താണ്? ആദ്യം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കുക. എങ്ങനെ കിട്ടും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്? ആറ്റോമിക് നമ്പറിന്റെ അതേ ഈക്വൽ ആയിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എനർജി ഇൻക്രീസിങ് ഓർഡറിൽ നമ്മൾ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുക. ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ വിൽ ബി 8. 8ന് മുകളിൽ എഴുതാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജന്റെ 1 ആണ്, അതുപോലെ ആർഗന്റെ 288 ആണ്. 18 ആറ്റോമിക് നമ്പർ ഉള്ള ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 288 ആണ്.
അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. നമ്മൾ ഐസോടോപ്പ്, ഐസോബാർ, ഐസോടോൺസ് കൂടി ഡിസ്കസ് ചെയ്തു. എങ്ങനെ ബോർസ് മോഡൽ എഴുതാമെന്നും അതുപോലെ എങ്ങനെ ബോർസ് മോഡൽ വരക്കാമെന്നും നമ്മൾ പഠിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ക്ലാസ്സിൽ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വിത്ത് ദിസ് ഐ കൺക്ലൂഡ് ദിസ് വീഡിയോ. Manorama Horizon. Learning made simple.